വളരെ പവർഫുള്ളായിട്ടുള്ള കാമരാജും അതിനേക്കാൾ പവർഫുള്ളായിട്ട് ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ അച്യുതമേനോന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ചരിത്രത്തിൽ കിടപ്പുള്ളൂ. 300 വർഷത്തെ കഥയെടുത്താൽ അല്ലെങ്കിൽ 250 വർഷത്തെ കഥയെടുത്താൽ ചതിയുടെയും വഞ്ചനയുടെയും പിന്നെ വൺ സൈഡ് പരിപാടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്. 999 വർഷം വരെ 130 വർഷം കഴിഞ്ഞെങ്കിൽ ബാക്കി 700 വർഷത്തിൽ എത്ര ഡാം കെട്ടിക്കൊടുക്കും നമ്മൾ? സ്വന്തം ഡാമാണെങ്കിൽ അവർക്ക് പൊട്ടിക്കുകയോ കെട്ടുകയോ എന്താ ചെയ്യുക. ഇത് അപ്പുറത്തിരിക്കുന്ന ഡാമിനെ നമ്മളോടൊരു വാക്ക് ചോദിക്കാതെ ചെയ്യുമെന്ന് പറയുന്നിടത്തൊരു ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ ഉണ്ട്. അത് ജയലളിതയ്ക്കും ഉണ്ടായിരുന്നു ഈ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ. തമിഴ്നാടിന് വെള്ളമെന്ന് പറഞ്ഞാൽ കൃഷിക്കുള്ള വെള്ളമല്ല, വൈദ്യുതി വെള്ളമല്ല, വെള്ളം അവരുടെ രാഷ്ട്രീയമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷ ചർച്ചയാവുന്നുണ്ട്. അതൊരു ജലബോംബായി കേരളത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാടിനാവശ്യം ജലമാണ്. അവർ പറയുന്നു 155, 156 അടി ആയി ജലനിരപ്പ് അണക്കെട്ടിൽ ഉയർത്തും എന്ന്. എന്നാൽ ഇത് കേരളത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇത് തമിഴ്നാടിൻ്റെ ദുരയാണോ അതോ അവിടുത്തെ ഭരണാധികാരികളുടെ പൊളിറ്റിക്സ് ആണോ? കേരളം ഏത് രീതിയിൽ ഇതിനെ നേരിടുന്നു? ഏത് രീതിയിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു പരിസ്ഥിതി ശാസ്ത്രജ്ഞനും നിരീക്ഷകനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കേരളം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, കുറേ നാളായി നിങ്ങൾ പറയുന്നു, വെറുതെ ആൾക്കാരെ പേടിപ്പിക്കരുത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ പഴക്കം ഒരാശങ്കയായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? ഇതിൻ്റെ പഴക്കം ഒരു വശത്ത് നിൽക്കുമ്പോഴും അറ്റകുറ്റപ്പണി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വാർത്തയായി പുറത്തേക്ക് വരുമ്പോഴും തമിഴ്നാട് പറയുകയാണ് 155 അടിയായോ 156 അടിയായോ ജലനിരപ്പ് ഉയർത്തും എന്ന്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് 142 അടിയായി ഉയർത്താനാണ്. ഈ ഒരു വിഷയത്തിൽ തമിഴ്നാട് എന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഒരു മനുഷ്യത്വമില്ലാത്തൊരു സമീപനമല്ലേ ഇത്? തുടക്കം മുതൽ, അതായത് ഈ പദ്ധതി തുടങ്ങിയ അന്ന് മുതൽ 1798 ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്. ഈ തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ ഭരണാധികാരിയായിരുന്ന പിന്നെ മധുരപ്പ പിള്ള എന്ന് പറയുന്ന അദ്ദേഹം ഒരു 12 അംഗ സമിതിയൊക്കെ ഉണ്ടാക്കി അന്നാണ് അവർ അന്വേഷിക്കുന്നത്. ഇത് എവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടണം തമിഴ്നാട്. അന്ന് ദാരിദ്ര്യവും പട്ടിണിയും, കൃഷിയില്ല, വെള്ളം കുടിക്കാനില്ല, വലിയ പ്രശ്നമാണ്. അവരന്വേഷിച്ചാണ് മനസ്സിലായത് മലയുടെ ഇപ്പുറത്ത്, പശ്ചിമഘട്ട മലയുടെ ഇപ്പുറത്ത് കേരളത്തിൻ്റെ ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്നും മുല്ലപ്പെരിയാർ ഉണ്ടെന്നൊക്കെ അവർ കണ്ടെത്തുന്നു. കാട്ടിനകത്താണല്ലോ. അങ്ങനെ അവർ പല പഠനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ അനുവാദമില്ലാതെ നടത്തി. പക്ഷെ അന്ന് കുറേ പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് അവർ കണ്ടെത്തുന്നത് ഇത് തിരുവിതാംകൂറിൻ്റെ മണ്ണാണ്, ഇങ്ങോട്ട് കയറുന്ന മുമ്പേ അവർ. അതുകൊണ്ട് വരവേ എന്തായിരുന്നു, ഇടിച്ച് ഫസ്റ്റിലെ വരവ് തന്നെ ഒരു തോന്നിയവാസമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കയറി വന്നിട്ട് ഈ 12 അംഗ സമിതി ഇടിച്ച് കയറി വന്നിട്ട് അവർക്ക് തീരുമാനമെടുത്തത് ഇത് നടക്കില്ല, പ്രാക്ടിക്കലല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. പ്രാക്ടിക്കലല്ല. 1807 കുറേ വർഷം അപ്പോഴേ വീണ്ടും അവർക്ക് ഈ വിഷയമുണ്ട് അവിടെ. കാരണം അവർക്ക് എവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടിയേ പറ്റൂ. അന്ന് അവിടെ വരൾച്ച, ദാരിദ്ര്യം, പട്ടിണി, തമ്മിൽ കുത്ത്, കൊള്ളസംഘം, മോഷണം, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മോഷണമാണ്. ആർക്കാലും ഭക്ഷണം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിച്ച് തിന്നും. അത്ര വളരെ ദുരിതം നിന്ന സമയമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോൾ ഒരു കുഴപ്പം കൂടെ പറ്റി. ബ്രിട്ടീഷുകാർക്ക് കപ്പം വേണം, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കപ്പം വേണം, നമ്മളെ നിന്നും വേണം, തമിഴ്നാട്ടിൽ നിന്നും വേണം. അതിനും ബ്രിട്ടീഷുകാർക്ക് എന്തില്ല, പണമില്ല. പണം ഉണ്ടല്ലേ കപ്പം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും പണം കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു പണിയും ബ്രിട്ടീഷുകാരുടെ മനസ്സിലുമുണ്ട്. ഇരട്ട പരിപാടിയാണ്. ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ പണം കണ്ടെത്തി കൊടുക്കണമെന്നുണ്ട്, ഇവരെ മനസ്സിൽ വെള്ളം കിട്ടണമെന്നുണ്ട്. 1807 ആകുമ്പോൾ മധുര കളക്ടർ ഇങ്ങോട്ട് വിടുന്നുണ്ട്. ഏതിന്? ഈ പോയി അന്വേഷിച്ചിട്ടൊക്കെ വരാൻ. അദ്ദേഹവും പറഞ്ഞ് ലാഭകരമല്ല, അങ്ങനെ ഒരു പദ്ധതിയൊന്നും കൊണ്ടുവരാൻ, ഈ കാട്ടിനകത്തൂടെയൊക്കെ വെള്ളം കൊണ്ടുവന്ന് നടക്കിലാകില്ല എന്ന് പറഞ്ഞ് അതും പോയി. 1808 ആകുമ്പോൾ വീണ്ടും സർ ജെയിംസ് കാൽഡ് എന്ന് പറയുന്ന മറ്റൊരാളിനെ കൊണ്ട് പഠനം നടത്തി. അങ്ങനെ കുറേ വർഷം ഇങ്ങനെ തുടങ്ങി 1798 മുതൽ പഠിച്ച് 1850 വരെ എന്ന് പറഞ്ഞാൽ ഒരു 10-30-40 വർഷം പഠനം തന്നെയായിരുന്നു. പഠിച്ചത് 1850 ആയപ്പോൾ വീണ്ടും ഫാബർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ വന്ന്, ബ്രിട്ടീഷ് എഞ്ചിനീയർ വന്ന് ഇത് കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക്, ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വന്നു.
എന്നിട്ടും അത് ചെയ്തില്ല അവർ. 1862 ആകുമ്പോഴാണ് മേജർ റൈസ്, മേജർ പൈൻ എന്ന് പറയുന്ന 2 പേര് വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി. അവരും പഠനം നടത്തി. എല്ലാവരും ഈ പഠനം നടത്തി കൊണ്ട് കൊടുക്കുന്ന റിപ്പോർട്ട് അത്ര ഒരു ഫീസിബിൾ അല്ല. അതിന് പണം വേണം, ഇത് കെട്ടാൻ സ്ഥലം വേണം, മാൻ പവർ വേണം, കാട്ടിനകത്താണ്, ഘോര വനമാണ്, ഇന്നത്തെ പോലെ അല്ല. അപ്പോൾ അത് എളുപ്പമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ 1867 ആയപ്പോൾ വളരെ വിശദമായ റിപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1862 ആകുമ്പോൾ ഇങ്ങനെ സീക്വൻസാണ്. മദ്രാസ് ഗവൺമെൻറ് മനസ്സിലായി ഇതാരുടെ സ്ഥലമാണ്, തിരുവിതാംകൂറുകാരുടെ സ്ഥലമാണ്. അപ്പോൾ അവർക്കൊരു കത്ത് എഴുതാം എന്ന് പറഞ്ഞ് കത്ത് ഇവിടെ എഴുതുന്നുണ്ട്. നമ്മൾ ആദ്യം സമ്മതിച്ചില്ല. ഇതിനിടയിലാണ് പെനിക്യുക്ക് എന്ന് പറയുന്ന കേണൽ ജോൺ പെനിക്യുക്ക് ഒരു സായിപ്പ് വരികയും അദ്ദേഹം ഇത് സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു. അപ്പം നമ്മൾ ഇത് പറ്റൂല എന്നാണ് ആദ്യം പറഞ്ഞത്. രാജാവ് പറഞ്ഞത് പറ്റില്ല. പക്ഷേ അപ്പോൾ തിരുവിതാംകൂറിന് 2 പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, മുല്ലപ്പെരിയാറിൽ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് താഴോട്ടുള്ള പെരിയാറിന് താഴോട്ട് കുട്ടനാട് വരെയുള്ള സ്ഥലങ്ങളിൽ എന്ത് വരുമായിരുന്നു, പ്രളയം വരും ഓരോ സമയത്തും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമൊക്കെ വരണം. അന്ന് ഇടുക്കി ഡാമിൽ ഇത്രയും ഡാമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ ഡാമുകളൊക്കെ മലയിൽ വരുന്നത് നല്ലതാണെന്നൊരു ചിന്ത ആർക്കുണ്ടായിരുന്നു, തിരുവിതാംകൂർ. ഇനി വേറൊരു കാര്യമുണ്ടായിരുന്നു. 5 തെങ്ങ് കോട്ട ആരേൽ ഇരിക്കുകയായിരുന്നു, ബ്രിട്ടീഷുകാരെ ഇരിക്കുന്നത്. കോട്ടകളെല്ലാം ബ്രിട്ടീഷുകാരിൽ ഇരിക്കണം. ആ 5 തെങ്ങ് കോട്ടയിഞ്ഞ് വേണം എന്നാർക്കും ഒരു ആഗ്രഹം തോന്നി നമുക്ക്. കാരണം അങ്ങനെയാണെങ്കിൽ കച്ചവടമൊക്കെ കുറച്ചുകൂടി മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടമൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കും, കുരുമുളക്, അത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കോട്ടയൊക്കെ നമ്മളെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തി ഈ കടൽ തീരമാണല്ലോ. അപ്പോൾ 5 തെങ്ങ് കോട്ട നമുക്ക് വേണം എന്നുള്ള ഒരു ചർച്ചയും വെച്ചു ബ്രിട്ടീഷുകാരോട്. അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ സമ്പൂർണ്ണമായി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചില ബാർഗൈനുകൾ നടന്നു എന്നുള്ളതാണ്. പക്ഷേ ചരിത്രത്തിൽ ഒരു രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്, രേഖയിലല്ല, ഒരു സേ ഉണ്ട്. വിശാഖ തിരുനാൾ രാജാവിൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാർ ഒപ്പുവെച്ചത്. അങ്ങനെയൊന്നുമല്ല, ഈ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ചർച്ചകളൊക്കെ നടന്നതിൻ്റെ ബേസിലാണ് അങ്ങനെ ഒരു കരാർ വരുന്നത്. കരാർ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതിന് ഈ കരാർ എഴുതുന്നതിന് മുമ്പ് 1885 ഓഗസ്റ്റ് 4 വിശാഖം തിരുനാൾ രാജാവ് എന്ത് ചെയ്യുന്നു, മരിച്ചു പോകും, നാട് നീങ്ങുന്നു. രാജാവ് നാട് നീങ്ങുമ്പോൾ ഈ ഗ്യാപ്പ് നോക്കിയാണ് വീണ്ടും മദ്രാസിലെ സംഘം എവിടെ വരുന്നത്, ബ്രിട്ടീഷ് സംഘം ഇവിടെ വരുന്നത്. വന്ന് പറഞ്ഞു രാജാവ് സമ്മതിച്ചിരിക്കുകയാണിത്, നമുക്ക് തരാമെന്ന്, അവിടെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് അവസാനം ഇവിടെയുള്ള ദിവാനെയൊക്കെ കൂടിയൊക്കെ സോപ്പിട്ട് എന്ത് ചെയ്തു, ഒപ്പിട്ടു. അങ്ങനെ 999 വർഷത്തേക്ക് 8000 ഏക്കർ സ്ഥലം, ഏക്കറിന് 5 രൂപ കണക്കാക്കി 40,000 രൂപ പ്രതിവർഷം കണക്കാക്കി, പിന്നെ ഒരു 100 ഏക്കർ അല്ലാതെ 8100 ഏക്കർ സ്ഥലം അവർക്ക് ഡാം കെട്ടാൻ ലീസിന് കൊടുത്തു, പാട്ടത്തിന് കൊടുത്തു. ഒരേ ഒരു കരാറാണ്, കുടിവെള്ളത്തിനും ജലസേചനത്തിനും മാത്രമേ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവർ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ 2ാം സ്വഭാവം അവർ പുറത്തെടുത്തു. ആര്, തമിഴ്നാട്. കൂട്ടിയിരിക്കണമെന്നും ചെറിയ പണിയല്ല അവർ ഒരു സമൂഹത്തോട് കാണിച്ചിരിക്കുന്നത്. 2ാമത്തെ പണി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു 1908 കഥ. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഈ 142 അടി എന്നുള്ളത് 152 അടിയാക്കി ഉയർത്താനുള്ള പണി അവരവിടെ ചെയ്തു. ഡാമിൻ്റെ ഉയരം കൂട്ടി. അതും തിരുവിതാംകൂറുകാർ അറിയാതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വാടകയ്ക്ക് നിങ്ങളെ സ്ഥലം എനിക്ക് തന്നു, കുറച്ച് സ്ഥലം എനിക്ക്, ഞാൻ അവിടെ ഒരു വീട് വെച്ചു, പിന്നെ എൻ്റെ ആവേശമാണ് അവിടെ, ഒന്നും പറയുന്നില്ല. തിരുവിതാംകൂർ അറിഞ്ഞില്ലല്ലോ. വീണ്ടും കഥ നീങ്ങുകയാണ്. കഥ നീങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു വേറെ കാര്യം കൂടെ നടന്നു. ഇവർ ഈ വൈദ്യുതി ഉൽപ്പാദിക്കാൻ തുടങ്ങി. അതിനകത്തുനിന്ന് അവിടെ ലോവർ പെരിയാറിന് വെള്ളം കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി തമിഴ്നാട്ടിൽ. അത് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു, തിരുവിതാംകൂറുകാർ എന്ത് ചെയ്തു, ചോദ്യം ചെയ്തു. അത് കേസായി ആർബിട്രർമാരെ വെച്ചു, 2 ആർബിട്രർമാരെ വെച്ചു കേസ് തീർക്കാനായിട്ട്. അന്ന് അങ്ങനെയൊക്കെയാണ്, കോടതിക്ക് പുറത്തൊക്കെയാണ് പലതും തീരുന്നത്. ആർബിട്രർമാരെന്ത് ചെയ്തില്ല, കേസ് ഒത്തീർപ്പായില്ല. കാരണം ആർബിട്രർ വയ്ക്കുമ്പോൾ അവരെ നിന്ന് ഒരാളെ വയ്ക്കും, നമ്മളെ അങ്ങനെയാണല്ലോ ചർച്ച വയ്ക്കുന്നത്. അത് പൊളിഞ്ഞുപോയി. അങ്ങനെ പൊളിഞ്ഞപ്പോഴാണ് നളിനി ചാറ്റർജി എന്ന് പറയുന്ന പിന്നെ കൽക്കട്ട ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസിനെ വെച്ചിട്ട് അമ്പയർ വയ്ക്കും. അങ്ങനെയാണല്ലോ, ആദ്യം ആർബിട്രർ വയ്ക്കും, ആർബിട്രർ തോറ്റുപോയാൽ അമ്പയർ വയ്ക്കും. അമ്പയർ പറഞ്ഞാൽ വിധി കറക്റ്റാണ്, ഫൈനലാണ്. അമ്പയർ പറഞ്ഞു കരാർ അനുസരിച്ച് എന്തേ ഉള്ളൂ, വെള്ളം എടുക്കലും കുടിവെള്ളം പരിപാടികളൊക്കെ ഉള്ളൂ, വേറെ വൈദ്യുതി ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കായി. അങ്ങനെ ഈ അടി ഇങ്ങനെ വീണ്ടും കിടന്നടിച്ച് 70കൾ വരെ അടിച്ച്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ,
ഡാം കെട്ടാൻ തീരുമാനിച്ചിട്ട് ഒരു 50 വർഷം, ഉം. ആദ്യത്തെ മുതിരപ്പമ്പിള്ള വന്നതിന് ശേഷം ഒരു 50 വർഷം, ഡാമിൻ്റെ ഉയരം കൂട്ടിയിട്ട് പിന്നെ ഒരു 50 വർഷം, അല്ലെ 10-25 വർഷം, അത് കഴിഞ്ഞ് കരാറുണ്ടാക്കാൻ 70 വരെയുള്ള വർഷം. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ കരാറുകൾ ഇന്ത്യൻ ടെറിട്ടറി ആയി കഴിയുമ്പോൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു കഴിയുമ്പോൾ, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിയുമ്പോൾ ഈ ടെറിട്ടറിക്കകത്തുള്ള എല്ലാ സ്വത്തുക്കളും ആർക്കുള്ളതാണ്? ഗവൺമെൻറ്റിനുള്ളതാണ്. അതെ, ഗവൺമെൻറ്. ബ്രിട്ടീഷുകാരുടെ ഒരു കരാറും എന്ത് ചെയ്യൂല, നിൽക്കൂല, ആ ആ നിലനിൽക്കൂല. ഈ വാദം വേണമെങ്കിൽ അച്യുതമേനോന് ഉന്നയിക്കാമായിരുന്നു, പിടിക്കാമായിരുന്നു. അതെ. പക്ഷെ അച്യുതമേനോൻ അത് പിടിച്ചില്ല എന്ന് മാത്രമല്ല, കാരണം അച്യുതമേനോൻ അന്ന് കോൺഗ്രസുമായിട്ടൊക്കെ നല്ല സഹകരണം നിൽക്കുന്ന സമയം. അല്ല, കോൺഗ്രസിനെ പിന്തുണയോടെയാണ്. ഇന്ദിരാഗാന്ധി വളരെ പവർഫുള്ളാണ്, അയൺ ലേഡിയാണ് ഇന്ദിരാഗാന്ധി. കാമരാജ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനാണ്, വളരെ പവർഫുള്ളാണ് കാമരാജ്. വളരെ പവർഫുള്ളായിട്ടുള്ള കാമരാജും അതിനേക്കാൾ പവർഫുള്ളായിട്ട് ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ അച്യുതമേനോന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ചരിത്രത്തിൽ കിടപ്പുള്ളൂ. അങ്ങനെ 70 വെച്ച് വീണ്ടും ആ കരാറിന് എന്താ തുടങ്ങി, ആ കരാർ അതുപോലെ അംഗീകരിച്ചുകൊണ്ട്, പുതുക്കിയില്ല, അതുപോലെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും എല്ലാ കാര്യത്തിനും എന്ത് കൊടുത്തു, അനുവാദം കൊടുത്തു. എന്നാൽ അപ്പോൾ പോലും ഇതിൻ്റെ ഇടയിൽ ഗുജറാത്തിലെ മോർവി ഡാമിൽ പൊട്ടിയായിരുന്നു. അത് സംഭവിച്ചപ്പോൾ ഇവിടെയും ഒരു ബോംബ്, പശ്ചിമഘട്ട മലനിരയിൽ ഒരു ബോംബുണ്ടെന്ന് പറഞ്ഞ് മനോരമയിലൊരു വലിയ ന്യൂസ് വന്നായിരുന്നു ആ സമയത്ത്, 70s. ആ ന്യൂസ് വന്നതിൻ്റെ ബേസിലാണ് അസംബ്ലിയിൽ CH മുഹമ്മദ് കോയ ഇങ്ങനെ ആ ടീമെല്ലാം ഇങ്ങനെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. വിഷയങ്ങൾ ഉയർത്തിയപ്പോൾ മലയാളിയായിട്ടുള്ളൊരു എഞ്ചിനീയർ വന്ന് നോക്കി. അദ്ദേഹം പറഞ്ഞു, ഈ ഡാം കുഴപ്പമാണ്, ഇത് വെള്ളം താഴ്ത്തി നിർത്തണം, അല്ലെങ്കിൽ പുതിയ ഡാം കെട്ടണമെന്ന് പറഞ്ഞു. അന്ന് 1979 79 ഡാം കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടം എടുത്താൽ, ഒരു 130-300 വർഷത്തെ കഥയെടുത്താൽ, അല്ലെങ്കിൽ 250 വർഷത്തെ കഥയെടുത്താൽ, ചതിയുടെയും വഞ്ചനയുടെയും പിന്നെ വൺ സൈഡ് പരിപാടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്. അതെ അതെ. ഈ അണക്കെട്ട് തുടക്കത്തിൽ 156 അടിയായിരുന്നല്ലോ കപ്പാസിറ്റി, പിന്നീട് 152 അത് പിന്നീട് 45 പിന്നീട് 136 ആയിട്ടാണ് കുറച്ചത്. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് 1979. പിന്നെ ഈ കേസ് വീണ്ടും സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയും പറഞ്ഞതനുസരിച്ച് വീണ്ടും കുറച്ചല്ലോ, അതെ, നിലനിർത്തിയല്ലോ, നമ്മൾ വീണ്ടും 36 കൊണ്ടുവന്നല്ലോ. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അന്ന് 1979 അത് ചെയ്തത്. പക്ഷേ വീണ്ടും അത് ശക്തമായി തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുകൾ വീണ്ടും തുടർന്നു. മാത്രമല്ല ജസ്റ്റിസ് അന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഈ 70 ഈ ഒരു കരാർ അതേപടി അംഗീകരിച്ചുകൊണ്ട് അച്യുതമേനോൻ കരാർ ഒപ്പുവയ്ക്കുന്നു? അത് ഒരു പൊളിറ്റിക്കൽ സമ്മർദ്ദം കൂടിയായിരുന്നു അല്ലേ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന്. ഇന്ദിരാഗാന്ധിക്ക് തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് തമിഴ്നാട്ടിലെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, തമിഴ്നാട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിന് മേൽ ഇത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു അല്ലേ? അപ്പോഴൊരു പ്രശ്നമുണ്ട്. അച്യുതമേനോനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേരളത്തിന്. അച്യുതമേനോൻ എന്ന് പറയുമ്പോൾ സംവിധാനത്തിന് ഞാൻ പറയുന്നത്, അച്യുതമേനോൻ എന്നൊരു വ്യക്തിയല്ല, നമ്മുടെ സംവിധാനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഡാം കെട്ടിയ സമയത്ത് തന്നെ, എപ്പോഴാണോ ഡാം കെട്ടിയത് പിറ്റേ ആഴ്ച തന്നെ ഡാമിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ചെറിയ നനവുണ്ടായി. 1895-96 ഡാം കമ്മീഷൻ ചെയ്തതിൽ അപ്പം തന്നെ ചെറിയ നനവുണ്ടായിരുന്നു. അതിന് സിമൻ്റ് അല്ല, അതിനെ ചെറുതായിട്ട് ഈ സുർക്കി ഇതൊക്കെ വെച്ച് അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അടച്ചുകൊണ്ടിരുന്നാണ് 70കളാകുമ്പോൾ ഇത് വീണ്ടും, അല്ല പിന്നെ 60കളാകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് പ്രശ്നം വരുന്നു. അപ്പോൾ തമിഴ്നാടിനോട് ഡാമിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ. ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തത് എന്താണ്, ഡാമിൻ്റെ സ്റ്റെബിലിറ്റി അല്ല പ്രസൻറ്റ് ചെയ്തത്. നമ്മൾ പ്രസൻറ്റ് ചെയ്തത് എന്താണ്, അവർ കുടിവെള്ളത്തിനും വൈദ്യുതിക്കും, അല്ല പിന്നെ ജലസേചനത്തിനും മാത്രമായി ഒരു ഡാം കെട്ടിയിട്ട് അതിൽ നിന്ന് ഒരു വൈദ്യുതി ഉണ്ടാക്കുന്നു. ഇതല്ല ജനറേറ്റ് ചെയ്തേണ്ടിരുന്ന ഇഷ്യൂ. ഡാമിൻ്റെ സുരക്ഷ കുഴപ്പമാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കരാറിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഡാം സേഫാക്കി കരാർ പുനർവിചിന്തനം ചെയ്യണം, കരാറിൻ്റെ വർഷം കുറയ്ക്കണം എന്ന് പറയാൻ നമുക്ക് എന്നും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്ക് തോൽവി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് കൃത്യമായി വാദങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും തോക്കും നമ്മൾ, ഇനിയും തോക്കും. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്നത് എന്താണ്, രണ്ട് കൂട്ടരാണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്ന രണ്ട് കൂട്ടരാണ്. ഇന്നലെ ഒരു ചാനലിൽ ഭയങ്കര ചർച്ചയായിരുന്നു, രണ്ട് കൂട്ടരും തമ്മിൽ ഇങ്ങനെ വലിയ വാഗ്വാദമായിരുന്നു, ഭയങ്കര ചർച്ചയാണ്. എന്താ ചർച്ച ചെയ്യുന്നത്? ഒരു കൂട്ടർ പറയുന്നത് ടണൽ വേണമെന്ന്,
ഓക്കെ. ഒരു കൂട്ടർ വന്ന് ഡാം പുതുക്കി പണിയണമെന്ന്. വീണ്ടും ഒരു സംശയം. ഡാം പുതുക്കി പണിതെന്ന് വിചാരിക്കുക, എത്ര കാലം? ആ ഡാമിന് ഒരു 100-150 വർഷം. 999 വർഷത്തേക്ക് കഥയുണ്ടല്ലോ. നമ്മളെ മൊത്തം കഥ 990 വർഷം, 130 വർഷം ഇപ്പോൾ കഴിഞ്ഞോളൂ. അപ്പോൾ 999 വർഷം വരെ 130 വർഷം കഴിഞ്ഞെങ്കിൽ ബാക്കി 10-700 വർഷത്തിൽ എത്ര ഡാം കെട്ടിക്കൊടുക്കും നമ്മൾ? കാട് മുടുക്ക ഡാം കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു ഉടായിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ വാട്ടർ കമ്മീഷനും ഡാം സേഫ്റ്റി അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമിഴ്നാടും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എന്ത് ചെയ്യണം? ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം. ഞങ്ങൾക്ക് വെള്ളമുണ്ടെങ്കിൽ, കേരളം പറയണം, ഞങ്ങൾക്ക് വെള്ളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരാം. കാരണം ആ വെള്ളം എടുത്ത് ഞങ്ങളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം തരാം. അപ്പോൾ അവർ പറയേണ്ടത് എന്താണ്? ശരി, നിങ്ങൾ വെള്ളം തരാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ വെള്ളം എടുത്തോളാം. നിങ്ങളെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല, നിങ്ങളെ ഞങ്ങൾ കേൾക്കുന്നേ ഇല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഓക്കെ. ഇപ്പം തന്നെ തമിഴ്നാട് അവിടെ മാനുവലായിട്ടാണ്, അത് ഡിജിറ്റലാക്കാനുള്ള ശ്രമം ഇപ്പോൾ ഗവൺമെൻറ് നടത്തുമെന്ന് കേൾക്കുന്നു. പക്ഷേ മാനുവലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റീഡിംഗ് ഒക്കെ നടക്കുന്നത്. അതെ. മെയിൻ്റനൻസ് നടത്തുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ജോയിൻറ്റ് കമ്മിറ്റിയൊക്കെ വെച്ച് എൻ കെ പ്രേമേന്ദ്രൻ മിനിസ്റ്ററായ ശേഷം പിന്നെ കുറച്ചൊക്കെ വന്ന് മാറി, പിന്നെ അടുത്ത ബി ജോസഫ് വന്നു. ഇപ്പം ഇങ്ങനെ കുറേശ്ശെ എന്ത് വന്നിട്ടുണ്ട്? അവർ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ അവർക്ക് പറഞ്ഞ പിറ്റേ ദിവസം വന്ന് അവിടെ കിട്ടാനൊന്നും പറ്റത്തില്ല. അത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രഷർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പ്രഷർ കൊടുക്കുമ്പോഴും ഇപ്പോൾ വിജയ് എന്താണ് അവസാനം ചെയ്തത്? അസംബ്ലി പറയേണ്ട എന്താണ്? ഒരു സ്ഥലത്ത് ഒരു ഡാം ഇരിക്കുന്നു, അവർ നമുക്ക് വെള്ളം തരുന്നു, അവിടുത്തെ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പറയേണ്ടിരുന്നൊരു ഡീസൻറ്റ് സെൻറ്റൻസ് എന്താണ്? വിജയോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. വിജയ് പറയേണ്ട, ഒരു മുഖ്യമന്ത്രി പറയേണ്ട സെൻറ്റൻസ് എന്താണ്? ഇങ്ങനെ ഡാമുണ്ട്, ആ ഡാമിൻ്റെ അടി ഉയർത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ആ പറയാം, തെറ്റില്ല. ആഗ്രഹമുള്ള കാര്യം നമ്മൾ സെൻട്രൽ വാട്ടർ കമ്മീഷനുമായിട്ടോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റുമായിട്ട്, ഫസ്റ്റ് കക്ഷി കേരള ഗവൺമെൻറ്റല്ലേ, കേരള ഗവൺമെൻറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ എത്ര അന്തസ്സായിരിക്കും. സ്വന്തം ഡാമാണെങ്കിൽ അവർക്ക് പൊട്ടിക്കുകയോ കെട്ടുകയോ എന്താ ചെയ്യുക. ഇത് അപ്പുറത്തിരിക്കുന്ന ഡാമിനെ നമ്മളോടൊരു വാക്ക് ചോദിക്കാതെ ചെയ്യുമെന്ന് പറയുന്നിടത്തൊരു ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ ഉണ്ട്. അത് ജയലളിതയ്ക്കും ഉണ്ടായിരുന്നു ഈ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ. ജയലളിത ഈ ഡാമിനെക്കുറിച്ച് ഇവിടെ കേരളത്തിൽ ശക്തമായി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശക്തരാകും ഡാമിൻ്റെ കാര്യം വരുമ്പോൾ, നമ്മൾ ശക്തരാകുമ്പോൾ ജയലളിത ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. പക്ഷെ നമ്മളത് കയറി പിടിച്ചില്ല. പിടിക്കാത്തെന്തെന്ന് അറിഞ്ഞുകൂടാ, പിടിച്ചില്ല. ജയലളിത പറഞ്ഞു, മധുര, തേനി, കമ്പം ആ ഭാഗത്തുള്ള ജില്ലാ കളക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്ന് ബിനാമി ആയിട്ട് ഇവിടെ ആരെല്ലാം വസ്തു വാങ്ങിച്ചിട്ടുണ്ടോ മുഴുവൻ ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു ജില്ലാ ഓഫീസർമാരെടുത്ത്. അത് പുറത്തു വിടുമെന്ന് പറഞ്ഞു. നമ്മൾ കയറി പിടിച്ചില്ല. എങ്കിൽ വിടടോ എന്ന് നമ്മൾ പറഞ്ഞില്ല, മുഖ്യമന്ത്രി വിടുക എന്ന് നമ്മൾ പറഞ്ഞില്ല. പിന്നെ അതങ്ങ് സൈലൻ്റായി. അങ്ങനെ ഉണ്ടോ നമുക്കറിയില്ല. പൊളിറ്റിക്കൽ ലീഡർമാർക്കും ഇടയ്ക്ക് ചർച്ച വന്നിരുന്നു, രാഷ്ട്രീയക്കാർ കോംപ്രമൈസ് ചെയ്തു, ഉദ്യോഗസ്ഥരും കോംപ്രമൈസ് ചെയ്തു എന്നുള്ള ഒരു ചർച്ച വന്നിരുന്നു. അത് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇല്ലാത്ത കാര്യം നമ്മൾ ആക്ഷേപം ഞാനിരുന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ കാലവും നമുക്കെന്താണ്, കൃത്യമായൊരു കീറാമുട്ടിയാണ്. ഈ കീറാമുട്ടിയെ മുറിക്കാൻ നമ്മളെ കയ്യിൽ വേറെ ഇപ്പോൾ ഒരു മാന്ത്രിക വടിയൊന്നുമില്ല. ഞാൻ പറയുന്ന ടണലാണോ, ഈ ടണലിൻ്റെ കഥ വരുന്നത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ പുതിയ ഡാമിൻ്റെ കഥ വരുന്നത് ജസ്റ്റിസ് ആനന്ദ് കമ്മിറ്റിയിൽ തട്ട എന്ന് പറയുന്ന ഡോക്ടർ തട്ട എന്ന് പറയുന്ന പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിട്ടയർ ആയിട്ടുള്ള ഡോക്ടർ തട്ടയും പിന്നെ നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസും പിന്നെ ആരുണ്ടായിരുന്നു, ഈ ജസ്റ്റിസ് ആനന്ദും, ഇങ്ങനെ അവരടങ്ങുന്ന ടീമാണല്ലോ ഇത് പഠിച്ചതല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞതാണ്, അവരെ മുമ്പിൽ വന്ന 2 നിർദ്ദേശമാണ്. ഒന്ന് ടണൽ പണിയുക, അല്ലെങ്കിൽ ഡാം പണിയുക. ഇത് സുപ്രീം കോടതിയിൽ റെഫറൻസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾക്ക് 2 പേരും കൂടി കൺസൈസ് ആയിട്ട് വന്ന് ഒരു ധാരണയിലെത്തി വന്നാൽ ഇത് പരിഗണിച്ചുകൂടെയെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് സുപ്രീം കോടതിയോടുള്ള ടേക്ക്, കോട്ടൽഷ്യാവാതിരിക്കട്ടെ ഈ ടോക്ക്, സുപ്രീം കോടതിയുള്ള ടേക്ക് എന്താണ്? സുപ്രീം കോടതി പറയേണ്ടത് എന്താണ്? 2 സ്റ്റേറ്റ് തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ 2 പേരും പഠിക്കണ്ട, നിങ്ങൾ പഠിക്കാനൊന്നും പോണ്ട, ഞങ്ങളൊരു കമ്മിറ്റി വയ്ക്കും, ഞങ്ങളൊരു സ്വതന്ത്ര കമ്മിറ്റി വയ്ക്കുന്നു, അമിക്കസ് കുറിയാൻ വെച്ചിട്ടൊരു സ്വതന്ത്ര കമ്മിറ്റി. ആ സ്വതന്ത്ര കമ്മിറ്റി ഇൻ്റർനാഷണൽ ഡാം മാനേജ്മെൻറ്റൊക്കെ അറിയാമെന്നുള്ള 2 പേരെ കൂടെ ഞങ്ങൾ വയ്ക്കുന്നു. കിട്ടുമല്ലോ, ലോകത്ത് ഒരുപാട് ഡാം മാനേജ്മെൻറ്റ് ആളുകളുണ്ടല്ലോ. അതെ. അപ്പോൾ ഇൻ്റർനാഷണലായി പ്രാക്ടീസുള്ള 2 ഡാം മാനേജ്മെൻറ്റ് എക്സ്പെർട്ടുകളെയും കൂടി വച്ചിട്ട് ഇവിടെ ഒരു പഠനം നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞില്ല. കോടതിയും പറഞ്ഞ എന്താണ്? ഇവർ പറഞ്ഞ ഈ സംവിധാനത്തിൽ കിടന്ന് കറങ്ങി കോടതി. അത് ചെയ്തത് ശരിയായില്ല, നമ്മുടെ സ്റ്റേറ്റിനോട് ചെയ്തത് ശരിയായോ? ഇത് എന്ത് പറയുമ്പോൾ 3-3.5 കോടി ആളുകളില്ലേ ഇവിടെ?
പിന്നല്ലാതെ അത് വേറൊരു വിഷയം. 2003 നമ്മൾ ഒരു ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചു. ആ അപ്പോൾ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം ഈ കേസ് നമ്മളിപ്പോൾ 2 കേസാണല്ലോ സാർ ഈ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തോറ്റിരിക്കുന്നത്. ആദ്യത്തെ കേസ് ഇതിപ്പോൾ സർക്കാർ കോടതിയിൽ സമീപിച്ചില്ല എന്നുള്ളത് മറ്റൊരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാറി മാറി ഭരിച്ച സർക്കാരുകളിൽ ആരും ഈ ഒരു വിഷയം കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. കെ പ്രേമേന്ദ്രൻ്റെ സമയത്ത് കോടതി പോയി നമ്മൾ. അല്ല, ഇത് ആദ്യത്തെ കേസ് ഇത് മുല്ലപ്പെരിയാർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന സംഘടനയാണ് ആദ്യമായിട്ട് കോടതിയിൽ പോകുന്നത് തുടക്കത്തിൽ. പക്ഷെ അവർക്കും സംഭവിച്ച ഒരു വീഴ്ചയെന്ന് വെച്ചാൽ ഇത് കോടതിയുടെ മുന്നിലേക്ക് അവർ പോയത് ഇത് ഒരു പരിസ്ഥിതി പ്രശ്നമാണ്, വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് അവർ പോയത്. പക്ഷേ അത് ഒരു മണ്ടത്തരമായി പോയി. അന്ന് ഇത് സുരക്ഷാ വിഷയമായിരുന്നു നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു കൃത്യമായൊരു ഹോംവർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നിടത്ത് നമുക്ക് ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സുപ്രീം കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ വിജയിച്ച് നിൽക്കുകയാണ്. അവർ സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യ ഒരു സ്വതന്ത്ര കമ്മിറ്റി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് കൊണ്ടുകൂടെ. അല്ല സാർ, ഇപ്പോൾ 2006 അതിനുശേഷം സുപ്രീം കോടതി ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 152 അടിയായി ഉയർത്താമെന്ന്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ഡാം സേഫ്റ്റി അതോറിറ്റി വീണ്ടും റീസ്ട്രക്ചർ ചെയ്തു, അതിനെ അതായത് പുനഃസംഘടിപ്പിച്ച് ശക്തമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെയും ഉടമസ്ഥാവകാശം കേരളത്തിലേക്ക് കൊണ്ടുവരികയും അതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിന് മുൻപ് നമ്മുടെ അണക്കെട്ടായി അത് ഒരു രേഖകളിലും ഉണ്ടായിരുന്നില്ല. അന്നാണ് ഇത് പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഇത് കൊണ്ടുവരികയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണ ചുമതലയും നമുക്കാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ഈ പോയിൻ്റ് ഈ ഒരു വിഷയം തമിഴ്നാട് കോടതിക്കെതിരെ കേരളം ബോധപൂർവ്വം നീങ്ങി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് കോടതിയെ പ്രകോപിപ്പിച്ചു. അപ്പം പക്ഷേ കേരളം എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള കാര്യം കോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നാണ് ഒരു ലേമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മളുടെ ആശങ്ക. കോടതി കണ്ടത് കോടതിയെ മറികടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിയമനിർമ്മാണം കേരള സർക്കാർ ചെയ്തു. പക്ഷെ അന്ന് കോടതി അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് നിങ്ങൾ ഈ ഒരു വിഷയം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുക, ഒരു പുതിയ ഡാം കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകൾ നേടുക, അതിനോടൊപ്പം തന്നെ എങ്ങനെ ഈ ഒരു കനാൽ നിർമ്മിച്ച് കൊണ്ടുപോകാൻ സാധിക്കും, ടണൽ നിർമ്മിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നിങ്ങനെ 2 കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ 2012 ഇത് നടക്കുന്നത്. അതിനുശേഷം കേരളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയതായി എനിക്കറിയില്ല. അല്ല, അതിന് ശേഷമുള്ള സംഭവിക്കുന്നത് 2012 ഇത് വന്നു. പിന്നെ വേണമെങ്കിൽ കേരളത്തിന് എന്ത് ചെയ്യാമായിരുന്നു? കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യാമായിരുന്നു? അതിനെ ഒന്ന് ട്രിഗർ ചെയ്യിക്കാമായിരുന്നു. തീർച്ചയായിട്ടും ട്രിഗർ ചെയ്യിക്കാമായിരുന്നു. പക്ഷേ വലിയ മഴയും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇത് ഈ ആണ്ട് തോറും നടത്തുന്ന കാവിലെ ഉത്സവം വരും എന്ന് പറഞ്ഞതിനൊക്കെയാണ്. ഇപ്പം വിജയ് ഇത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടോപ്പിക് ആവുന്നത്. അപ്പം ഒന്നുകിൽ അവിടെ മഴ വരണം, അല്ലെങ്കിൽ വിജയ് പറയണം. അങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വേറെ തമാശയുണ്ട്. ഞാൻ പണ്ടൊരു ലേഖനം എഴുതിയിരുന്നു, ഈ നവംബറിൻ്റെ വിലാപം എന്ന് പറഞ്ഞൊരു പത്രത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നവംബറിലായിരുന്നു എന്തായിരുന്നത്, പഴയ കാലത്ത് നവംബർ മാസത്തിലായിരുന്നു. അതായത് ഈ പിന്നെ പാതി സമയമല്ല, ഇടവല്ലല്ലോ, തുലാവർഷത്തിലായിരുന്നു. ഇതിപ്പോൾ ഇടവപ്പാതിയല്ലേ, തുലാവർഷത്തിലായിരുന്നു മുല്ലപ്പെരിയാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഭീഷണി വന്നുകൊണ്ടിരുന്നത്. നവംബറിലായിരുന്നു ഈ ഭീഷണി. നവംബർ ഡിസംബർ മാസത്തിലാണ് ഭീഷണി വന്നുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ എപ്പോഴായി, എപ്പോഴും വേണോ ആവാന്നുള്ള അത് കാലാവസ്ഥ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും വേണോ ആവാന്നുള്ള നിലയിലായി. പക്ഷേ നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റിൽ അവിടെ ഡാമിൽ വെള്ളം കുറവാണ്, 120-125 അടിയേ ഉള്ളൂ. നീരൊഴുക്ക് കുറവാണ്, ഇടുക്കിയിൽ മഴ കുറവാണ്. പക്ഷേ അതെല്ലാം ഇരിക്കുമ്പോഴും 999 വർഷത്തേക്ക് ഉണ്ടാക്കിയ ഒരു കരാർ 50 വർഷത്തിനപ്പുറം ഡാമിന് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ കുറയും എന്ന് ഐക്യരാഷ്ട്രസഭയുടെ എൻവയോൺമെൻറ്റ് ആൻഡ് പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് കമ്മിറ്റി അടക്കം അവരുടെ റിപ്പോർട്ടിൽ എന്തോ പറയുന്നുണ്ട്. 50 വർഷത്തിനപ്പുറം പോകുന്ന ഡാമുകൾ സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഒരു വളരെ ഗൗരവമുള്ള ഒരു പഠനം സംഘം, 2 കൂട്ടരും കൂടി ഒരു ടീം, അല്ലാതെ തമിഴ്നാട്ടിന് വേണ്ടി കുറച്ച് വരുമെന്ന് പഠിക്കുമ്പോൾ ആ ഡാം സേഫാണ്, അതേ എഞ്ചിനീയർമാർ തന്നെ വേറെ എഞ്ചിനീയർമാർ കേരളത്തിന് വേണ്ടി പഠിക്കുമ്പോൾ സേഫ് അല്ല. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പൈസ കൊടുക്കുന്നതനുസരിച്ച് പഠിച്ചു തരുന്നതുകൊണ്ട് കാര്യമില്ല. ഒരു സുപ്രീം കോടതി തന്നെ അല്ലെങ്കിൽ ഡാം സേഫ്റ്റി അതോറിറ്റി വളരെ സ്വതന്ത്രമായ ഒരു ബോഡിയെ വയ്ക്കുകയും ആ ബോഡിയുടെ നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. ഇവിടുത്തെ പ്രശ്നം എന്തറിയാവോ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ശരിയായാലും തെറ്റായാലും, ചിലപ്പോൾ ശരി കാണുമെന്നെ തെറ്റായാലും കുറേ ജനങ്ങൾ ആശങ്കയിലാണ്. കുറച്ച് ജനങ്ങൾ ഒരു ആശങ്കയിലാണ്.
ഈ ആശങ്ക ഉയർത്തിയത് ചിലപ്പോൾ എല്ലാവരും കൂടെ ആയിരിക്കും. ബഹളമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ചർച്ച ചെയ്യുന്നവരും പറഞ്ഞവരെല്ലാം കൂടി ഇല്ലാത്തൊരു പുക ഉണ്ടാക്കി എന്നൊക്കെ വെച്ചോ, അങ്ങനെയും എടുക്കാം നമുക്ക്. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുണ്ട്. എന്തായാലും ഒരു ആശങ്ക കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്കുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടുമോ, എന്ന് പൊട്ടും, ഇതിൻ്റെ ആയുസ് എത്ര, ഇത് എത്ര കാലം നിലനിൽക്കും, പൊട്ടിയാൽ ഏതൊക്കെ ജില്ല, ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളാണോ, അതിൻ്റെ അപ്പുറത്തോട്ട് പോകുമോ? ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടില്ല. അത് നടത്തേണ്ട ഒരു ടെക്നിക്കൽ ടേമാണ്. ഡാം ബ്രേക്കിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് ഇത് പൊട്ടിയാൽ, സാങ്കല്പികമായി പൊട്ടിയാൽ എത്ര പ്രദേശത്തൊക്കെ വെള്ളം പോകും, ഇടുക്കിയിലോട്ട് പോകുമെന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്ക്ടിറ്റി. കാരണം ഇത് ഒരിക്കൽ നെല്ലിയാമ്പതിയിലെ ഇലക്ട്രിസിറ്റി ഒക്കെ എടുത്തുകൊണ്ട് പോയ ഒരു കഥ 61 മറ്റൊരു കഥ വായിച്ചിട്ടുണ്ട് ഞാൻ. പണി കഴിഞ്ഞതിന് ശേഷം 61 വന്ന വലിയ മഴയിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ, ഡാം തുറന്നു, മുല്ലപ്പെരിയാർ ഡാം തുറന്നു, അപ്പോൾ താഴോട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇപ്പം കേട്ടിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന്, അത് ഞാൻ സ്ഥലം പോയി കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ കേട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പാത്ത് വേ ഉണ്ടല്ലോ, ഈ ഇടുക്കി ഡാമിലേക്ക് പോകുന്ന പറഞ്ഞാൽ പാത്ത് വേ ഒന്നും അത്ര ഒന്നും ക്ലിയർ ചാനലും മറ്റു കാര്യങ്ങളൊന്നും അല്ല. അതിനകത്തൊക്കെ ഒരുപാട് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കൃത്യമായൊന്നും പറയാൻ പറ്റത്തില്ല. സോൺ 3 മറ്റുമാണ് പറയാൻ പറ്റത്തില്ല. മേഘവിസ്ഫോടനം ഉണ്ടാവില്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡാം പിന്നെ കുഴപ്പം വരാൻ 3 സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒന്ന്, സ്റ്റെബിലിറ്റി, അതിൻ്റെ സ്ട്രക്ചറിന് വരുന്ന സ്റ്റെബിലിറ്റി കുഴപ്പം വന്നാൽ പൊട്ടാം. 2 അല്ലെങ്കിൽ ഓവർഫ്ലോ ഒക്കെ സംഭവിക്കാം. 2, പിന്നെ ഭൂകമ്പം ഉണ്ടായാൽ എന്തെങ്കിലും സംഭവിക്കാം. 3, മേഘവിസ്ഫോടനം സംഭവിച്ചാൽ, ക്ലൗഡ് ബേസ് സംഭവിച്ചാൽ, അതിഭയങ്കരമായ മഴ വന്നാൽ വരില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ മാറുകയല്ലേ, വന്നാലിത്. അപ്പോൾ ഈ 3 അൺസർട്ടനിറ്റിയും ഉള്ളപ്പോൾ ഈ അൺസർട്ടനിറ്റിയെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഗൗരവമായ ഡിസ്കഷൻ, ഒരു ഡയലോഗ് കേരളവും തമിഴ്നാടും കേന്ദ്രവും തമ്മിൽ നടക്കണം. മാത്രമല്ല തമിഴ്നാടിന് വേറൊരു വിഷയമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാത്ത പോകുന്നൊരു വിഷയം. തമിഴ്നാടിന് വെള്ളമെന്ന് പറഞ്ഞാൽ കൃഷിക്കുള്ള വെള്ളമല്ല, വൈദ്യുതി വെള്ളമല്ല, വെള്ളം അവരുടെ രാഷ്ട്രീയമാണ്. വെള്ളം അവരുടെ രാഷ്ട്രീയമാണ്. കാവേരി വിഷയം അവർക്ക് വലിയ തർക്കമാണല്ലോ. ഡാം, കാവേരിയുമായി ബന്ധപ്പെട്ട മേക്കതാട് ഡാമുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വലിയ വിഷയമാണ് അവർക്ക്, കേരളവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് വെള്ളമെന്ന് പറഞ്ഞാൽ അവരവിടെ തീ കൊളുത്തി മരിക്കാൻ നിൽക്കുന്ന ഒരു സമൂഹമാണ്. നമുക്ക് അങ്ങനെ ഒരു വികാരമൊന്നുമില്ല. കാരണം നമുക്ക് വെള്ളം ഉള്ളൊരു സ്ഥലത്തായതുകൊണ്ട്, വെള്ളം ഉണ്ടല്ലോ ഇവിടെ, ധാരാളം വെള്ളമൊക്കെ മഴയൊക്കെ ഉള്ള നാടല്ലേ. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാടിനോട് നമ്മൾ അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോകുന്നത് ശരിയല്ല. അവർ നമ്മളോട് അങ്ങനെ ഒരു ഫൈറ്റിന് വരുന്നത് ശരിയല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ത്രികക്ഷി കരാറിൽ മാറണം. നിലവിലുള്ള കരാർ പൊളിച്ചെഴുതുക തന്നെ വേണം. ടെക്നിക്കൽ എക്സ്പെർട്ടുകൾ സ്റ്റഡി നടത്തി ഇന്നതാണ് ഇതിന് പരിഹാരമെന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ്, ആ പരിഹാരം ചെയ്താൽ ഇത് 50 വർഷം നിൽക്കുമെന്ന് പറഞ്ഞാൽ കരാർ എത്ര വർഷത്തേക്ക് ആക്കണം? 50 വർഷത്തേക്ക് ആക്കണം. ഇനി അവർ പറയണം ഇത് 100 വർഷം നിൽക്കുമെന്ന് പറഞ്ഞാൽ കരാർ എത്ര വർഷത്തേക്ക്? 100 വർഷത്തേക്ക്. അല്ലാതെ നിങ്ങൾ 999 വർഷത്തേക്ക് ഒരു കരാറും കെട്ടിവെച്ചിട്ട് വീണ്ടും 50 വർഷത്തേക്ക് ഇത് നീട്ടാം, ടണൽ കെട്ടിയാൽ കുറച്ചുകൂടെ ആയുസ് അങ്ങ് നീട്ടാം എന്ന് പറയുന്നത് ഒരു ചതിയുടെയും വഞ്ചനയുടെയും കഥയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതെ, ചരിത്രം പരിശോധിക്കുമ്പോൾ മുല്ലപ്പെരിയാറിൽ ചതിയുടെയും വഞ്ചനയുടെയും ലാഞ്ചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടക്കം മുതൽ ഇപ്പോഴും അത് രാഷ്ട്രീയ കളിയായി മാറ്റി തമിഴ്നാട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് ആശങ്കയാണ്. ഇത് എന്ന് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു, കേന്ദ്ര സർക്കാർ ഇടപെട്ടു, എന്നിട്ടും പരിഹാരമില്ലാതെ പ്രശ്നം നിലനിൽക്കുകയാണ്. എന്തായാലും കേരളത്തിൻ്റെ സുരക്ഷ അനിവാര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ പ്രശ്നമാണ് ഇത്. പലരും ചോദിച്ചേക്കും, കുറേ നാളായി ഈ ചർച്ചകൾ ഞങ്ങൾ കാണുന്നതാണ്, ഇതിൻ്റെ വാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നതാണ്, ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കുകയാണല്ലോ ഡാം എന്ന്. പക്ഷേ ഒരു മനുഷ്യനിർമ്മിതി എത്രത്തോളം കാലം ഇങ്ങനെ നിലനിൽക്കും? പ്രത്യേകിച്ച് ഡാം പോലുള്ള ഒരു സ്ട്രക്ചർ, വെള്ളം വലിയ അളവിൽ താങ്ങി നിർത്തുന്ന ഒരു സ്ട്രക്ചർ എത്ര നാൾ ഇങ്ങനെ നിലനിൽക്കും? കാലം കഴിയും തോറും അതിൻ്റെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കും, അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ആലോചിച്ചാൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി ഒരു സംസ്ഥാനം ഇത്തരത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഖണ്ഡിക്കേണ്ട സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ അതിശക്തമായ നടപടിയിലേക്കാണ് കേരളം പോകേണ്ടത്. രാഷ്ട്രീയ ഗുണ്ടകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ സംസ്ഥാനമാണ്, കോടതിയിൽ ചെലവാക്കിയ സംസ്ഥാനമാണ് കേരളം, വില കൂടിയ വക്കീലന്മാരെ അണിനിരത്താൻ വേണ്ടി. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ പ്രശ്നമാകുമ്പോൾ അവിടെയും നമ്മൾ എല്ലാ മാർഗങ്ങളും
അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ഇനിയും നീട്ടിക്കൊണ്ടു പോകരുത്. അതൊരു അപേക്ഷയാണ്, ഇതൊരു താക്കീതാണ്, അങ്ങനെ തന്നെ കരുതുക. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.